പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ബലരാമനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഡൽഹി പ്രൊജക്ടിന്റെ അപ്രതീക്ഷിതമായ തിരിച്ചടി നിലതെറ്റിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബലരാമന്റെ. മാത്രവുമല്ല, ഇനി എന്തു ചെയ്യും? ആ ഒരു ചോദ്യം ബാക്കിയാകുന്നു. അപ്പോഴാണ് ബലരാമന്റെ മുന്നിലേക്ക് അമ്മ കയറി വരുന്നത്. ഇതേ തുടർന്ന് സുമിത്രയോട് എന്തു പറയണമെന്നറിയാതെ ബലരാമൻ നിൽക്കുമ്പോഴാണ് സുമിത്ര ബലരാമനെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു നിന്റെ? ഇപ്പോഴെന്തായി? ഡൽഹി പ്രൊജക്ട് ഒരിക്കലും അലിഗഡ് ഡിസൈൻസിന് കിട്ടുകയില്ല. അതിനുവേണ്ടിയുള്ള എല്ലാ പദ്ധതിയും ഞാൻ ചെയ്തു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഇനി ആ പ്രൊജക്ട് നമ്മുടേതായി മാറും എന്നൊക്കെ അല്ലേടാ നീ പറഞ്ഞത്? ഇത് കേൾക്കുന്ന ബലരാമൻ ഉത്തരമില്ലാതെ നിൽക്കുമ്പോഴാണ്, നീ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞോ? അറിഞ്ഞു കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. ആ പ്രൊജക്ട് എങ്ങനെയാണ് അവർക്ക് ലഭിച്ചത് എന്നുള്ള കാര്യം. ആ പ്രൊജക്ട് അവർക്ക് ലഭിച്ചതിന് പിന്നിൽ മറ്റാരുമല്ല, ആ കൺമണി തന്നെയാണ്. അവളുടെ ബുദ്ധിപൂർവമുള്ള നീക്കം കാരണമാണ് ഡൽഹി പ്രൊജക്റ്റിൽ അലിഗഡ് ഡിസൈൻസ് വിജയിച്ചത്. നമ്മൾ തോറ്റുപോയതും. ഇപ്പോഴെങ്കിലും നീ ആ കാര്യം തിരിച്ചറിയണം. നീ വിചാരിക്കുന്നത് പോലെ മാത്രമല്ല കാര്യങ്ങൾ നടക്കുക. നിന്നെ പോലെ ബുദ്ധിയുള്ള ഒരുപാട് പേർ ഇവിടെയുണ്ട്. നിന്നെ പോലെയല്ല, നിന്നേക്കാൾ കൂടുതൽ. ഇത് കേൾക്കുന്ന ബലരാമൻ തല താഴ്ത്തി പോവുകയാണ്. അമ്മേ, ഞാൻ എന്തായാലും ഈ തിരിച്ചടിക്ക് മറുപടി നൽകുക തന്നെ ചെയ്യും. ഇത് കേട്ടതിനെ തുടർന്ന്, വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നീ ഇതേപ്പറ്റി വളരെ അധികം ആലോചിച്ച് തന്നെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇനിയും നിന്നെ എനിക്കിങ്ങനെ തോറ്റ് കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമൻ ആകെ തകർന്നു പോയിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ തനിക്ക് വരുമെന്ന് ബലരാമൻ പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മാത്രമാണ് ബലരാമന്റെ മുന്നിൽ ബാക്കിയാകുന്നത്. ഇതോടെ കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ബലരാമൻ ആലോചിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് ബലരാമനെ കാണുന്നതിനായി ബലരാമന്റെ സഹോദരി വരുന്നത്. വെറുതെ എടുത്തു ചാടി അമ്മയുടെ വാക്ക് കേട്ട് ഒന്നും തന്നെ ചേട്ടൻ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യങ്ങൾ ആലോചിച്ച് എടുക്കേണ്ടതാണ്. വെറുതെ അലിഗഡ് ഡിസൈൻസിനെ നശിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇതുപോലുള്ള മണ്ടത്തരം കാണിക്കുമ്പോൾ അതിനു ഉള്ള തിരിച്ചടി നമുക്ക് കൂടി ലഭിക്കും. അതുകൊണ്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു വേണം ചെയ്യാൻ. ചേട്ടൻ തോൽക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ ചേട്ടൻ ചെയ്യുന്നതിൽ യാതൊരു ന്യായവും ഇല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമനാകെ ഞെട്ടിപ്പോവുകയാണ്. മാത്രവുമല്ല, എന്തായാലും ഇതിനൊരു തിരിച്ചടി ബലരാമൻ കൊടുക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ബലരാമൻ. എന്നാൽ ഇതിനിടയിൽ തിരികെ വീട്ടിലേക്ക് എത്തിയ കൺമണി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ്. കൃഷിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൺമണി മുന്നിലേക്ക് പോകുന്നത്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെയല്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ. ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും എന്ന് ഉറപ്പിക്കുന്ന കൺമണി തൻ്റെ ജീവിതം അങ്ങനെ തകരില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്നാണ് കൺമണി പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷേ
മാനസ കൃഷിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് മാനസയെ തനിക്ക് ഇഷ്ടമല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന കൃഷ് എങ്ങനെയാണ് മാനസയെ ഒഴിവാക്കുക എന്ന് ആലോചിക്കുന്നത്. ഇതേ തുടർന്നാണ് പുതിയൊരു തന്ത്രവുമായി കൃഷ് മുന്നിലേക്ക് കടന്നു വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.